യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മേഘ തോമസ്. ഇത് എൻ്റെ അമ്മ സ്റ്റെഫി തോമസ്. ഞങ്ങൾ കോട്ടപ്പുറം രൂപത തുരുത്തൂർ സെൻറ് തോമസ് ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 12/8/2022 പക്ഷേ 2019 മുതലേ എനിക്ക് അമ്മ മാതാവിനെ പറ്റി അറിയാം. കാരണം എൻ്റെ അമ്മ 2019 മുതൽ ഇവിടെ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. അപ്പോൾ 2022 വരെ അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ നിന്നിരുന്നത്. അമ്മയുടെ ഉടമ്പടിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ 12/8/2022 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഒരു നാച്ചുറോപ്പതി ഡോക്ടറാണ്. അപ്പോൾ എബ്രോഡ് പോയി മാസ്റ്റേഴ്സ് പഠിക്കണമെന്നും അവിടെ ജോബ് ചെയ്യണമെന്നും എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ലൈസൻസ് എടുക്കണം. അപ്പോൾ അവിടെ പോയി NPLEX എന്ന എക്സാം എഴുതിയതിന് ശേഷമേ നമുക്കവിടെ ലൈസൻസ് കിട്ടുള്ളായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി മൂലം ഞാൻ അവിടെ പോയി എക്സാം എഴുതി തിരിച്ചു വരാം എന്നുള്ളത് ഒരു ഓപ്ഷൻ അല്ലായിരുന്നു എനിക്ക്. പിന്നീട് പപ്പയെ സഹായിക്കണമെന്നുള്ള ഒരു ഇത് മൂലം ഞാൻ കെയറോമിൽ വർക്ക് വിസയ്ക്ക് നോക്കി. അങ്ങനെ ഞാൻ അവിടുത്തെ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചത് കെയറോം വിസ വെച്ച് പോയിട്ട് അവിടെ നിന്ന് പിന്നെ പഠിച്ച് എക്സാം എഴുതി ലൈസൻസ് എടുക്കാമെന്നായിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായി. ഫസ്റ്റ് പേയ്മെൻ്റ് എല്ലാം ഞാൻ കൊടുത്തു. പക്ഷേ എനിക്ക് COS വന്നില്ല. ഫെബ്രുവരി വരെ അവരെന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് COS കിട്ടിയില്ല. അതിനിടയിലാണ് UK റൂൾസ് എല്ലാം മാറിയതും കെയറോമിൻ്റെ റൂൾസ് എല്ലാം ആകെ മാറിയതൊക്കെ. അപ്പോൾ ഫെബ്രുവരി ആയപ്പോൾ അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ഓവർ ക്വാളിഫിക്കേഷനാണ്, ഒരു ഡോക്ടർ എന്തിനാണ് ഒരു കെയറോമിൽ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ച് എനിക്ക് അത് റിജക്റ്റ് ആയിപ്പോയി. എനിക്ക് COS കിട്ടിയില്ല. അങ്ങനെ ഫെബ്രുവരി ആയപ്പോഴേക്കും 6 മന്തായി ഞാൻ പഠിച്ചിറങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് പല ജോബ് ഓഫേഴ്സ് വന്നെങ്കിലും ഞാൻ പുറത്ത് പോകാനുള്ള പ്ലാൻ ഇട്ടതുകൊണ്ട് അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ജോബിനും കയറാൻ പറ്റിയില്ല. എൻ്റെ 6 മന്ത് ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയും ചെയ്തു. തുടർന്ന് എൻ്റെ ഹസ്ബൻഡ് വഴി എന്നോട് ചോദിച്ചു, എന്നാൽ പിന്നെ സ്റ്റുഡൻറ്റ് റൂട്ട് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും ആഗ്രഹം സ്റ്റുഡൻറ്റ് റൂട്ട് വഴി മാസ്റ്റേഴ്സ് എടുക്കണമെന്നായിരുന്നു. പക്ഷേ വീട്ടിലെ പ്രതിസന്ധി മൂലമാണ് ഞാൻ കെയറോമിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അമ്മ മാതാവ് അത് മനസ്സിലാക്കി സ്റ്റുഡൻറ്റ് റൂട്ട് തന്നെ പോകാനുള്ള അനുഗ്രഹം എനിക്ക് നൽകി. അങ്ങനെ ഞാൻ സെപ്റ്റംബർ ഇൻടേക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. തുടർന്നുള്ള പ്രോസസ്സിങ്ങും ഡോക്യുമെൻറ്റ്സും എല്ലാം അമ്മ മാതാവിന് ഞാൻ സമർപ്പിച്ചാണ് ചെയ്തത്. അങ്ങനെ മെയ് 31 എനിക്ക് എൻ്റെ ക്യാസ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ ഇതിന് മുന്നേ പ്രീ കേസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് 27-ാം തീയതി ആയിരുന്നു. അത് ഞാൻ അറ്റൻഡ് ചെയ്തു. എന്നോടത് മോക്ക് സെക്ഷൻ ആണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ മോക്കുന്ന രീതിയിലാണ് അത് പ്രിപ്പയർ ചെയ്തത്. അത് പ്രിപ്പയർ ചെയ്തപ്പോഴും ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്തു നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ കാശിരൂപം അതെൻ്റെ കൊന്തയിൽ ഞാൻ കൊളുത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി ഉപ്പ് ഞാൻ ഇരിക്കുന്ന എൻ്റെ ഫോണിൻ്റെ സൈഡിൽ വിതറുകയും അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുവായ തേൻ ഞാൻ കഴിക്കുകയും ചെയ്തിട്ടാണ് ഞാനത് ഇരുന്നത്. പക്ഷേ അമ്മയുടെ അനുഗ്രഹത്താൽ ആ ഇൻ്റർവ്യൂ എനിക്ക് നല്ല രീതിയിൽ തന്നെ പാസ്സാവാൻ സാധിച്ചു. പിന്നീടാണ് അവരെന്നോട് പറഞ്ഞത് അതെൻ്റെ പ്രീ കേസ് ഇൻ്റർവ്യൂ ആയിരുന്നു എന്നും. പിന്നീട് 31-ാം തീയതി എൻ്റെ ക്യാസ് ഇൻ്റർവ്യൂ എനിക്ക് ഷെഡ്യൂൾ ചെയ്തു. ഞാൻ എൻ്റെ ക്യാസ് ഇൻ്റർവ്യൂവിനും ഇതേപോലെ തന്നെ അമ്മയുടെ കാശിരൂപവും അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തൈലവും തേനും എല്ലാം തൊട്ടാണ് ഇരുന്നത്. ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോട് അവർ പെരുമാറിയത്. ഞാൻ ലിങ്കിൽ കയറിയപ്പോൾ തന്നെ ഞാനവിടെ കണ്ടത് ആ മാം വേറെ കുട്ടിയെ നെഗറ്റീവായിട്ട് പറയുന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായെന്ന് എൻ്റെ ഏജൻസിനോട് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ആ മാം കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഞാൻ നിന്നോട് പറയാനിട്ടായിരുന്നു, നിനക്ക് ടെൻഷൻ കൂടുതലാണല്ലോ അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത്. ആ മാം എത്ര ക്യാസ് ഇൻ്റർവ്യൂ എടുത്താലും മിക്കവാറും 50% പേരെയും പാസ്സാക്കാറില്ല. പിന്നീടാണ് അവരതിനോട് പറഞ്ഞത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് എന്നോട് അവർ പെരുമാറിയതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വളരെ അത്ഭുതമായിട്ടാണ് തോന്നിയത്. അവരെന്നോട് ചോദിച്ചു, നീ ഏത് പള്ളിയിലാണ് പോയി പ്രാർത്ഥിച്ചതെന്നാണ് എന്നോട് ഫസ്റ്റ് തന്നെ ചോദിച്ചത്. അപ്പം എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ എല്ലാവരോടും പറയും എനിക്ക് കൃപാസനം അമ്മ മാതാവ് തന്നതാണെന്നുള്ളത്. അങ്ങനെ എൻ്റെ ക്യാസ് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. തുടർന്ന് എനിക്ക് എൻ്റെ ക്യാഷ് ലെറ്റർ അപ്ലൈ ചെയ്യണമായിരുന്നു. അതിന് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണമായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ഏജൻറ്റിന് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് എൻ്റെ 5ാമതായി ഉടമ്പടി പുതുക്കാനുള്ള ടൈമായി വന്നത്.
അപ്പോൾ ഞാനിവിടെ വന്നു, എൻ്റെ ഉടമ്പടി പുതുക്കി. പക്ഷെ ഞാൻ നിയോഗത്തിൽ അത് വെച്ചില്ലായിരുന്നു. ഞാൻ അത് പുതുക്കി അമ്മ മാതാവിനോട് നേരിട്ട് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ആ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് കോൾ വന്നു, നിൻ്റെ ബാങ്കിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്, നീ അത് പോയി വാങ്ങിച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ബാങ്കിൻ്റെ കാര്യങ്ങളെല്ലാം വാങ്ങിക്കുകയും ഞാൻ ക്യാഷിന് അപ്ലൈ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഞാൻ ഈ ഓഗസ്റ്റ് 15 അമ്മ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിനോടനുബന്ധിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാനും നോമ്പെടുത്ത് പ്രാർത്ഥിക്കാനും തീരുമാനിച്ചു 15 ദിവസത്തേക്ക്. അപ്പോൾ ആ ഓഗസ്റ്റ് 1 തന്നെ അമ്മ മാതാവ് 2 മണിയായപ്പോൾ എൻ്റെ ക്യാഷ് ലെറ്റർ എനിക്ക് നൽകി അനുഗ്രഹിച്ചു. തുടർന്ന് ഓഗസ്റ്റ് 28 ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാൻ ലേറ്റായിട്ടാണ് വിസയ്ക്ക് വെച്ചത്. അപ്പോൾ അവർ എനിക്ക് സെപ്റ്റംബർ 9 ക്ലാസ് തുടങ്ങും. അവരെന്നോട് പറഞ്ഞു ചിലപ്പോൾ വിസ വരാനായിട്ട് 9-10 ദിവസം എല്ലാം എടുക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിസ കയറുന്നതിന് മുന്നേ തന്നെ എൻ്റെ സൈഡിൽ ആരും ചവിട്ടാതെ എടുത്ത് അമ്മയുടെ ഉപ്പ് വിതറിയിട്ടുണ്ടായിരുന്നു. കൂടാതെ എൻ്റെ ഡോക്യുമെൻറ്റ്സിലെല്ലാം ഞാൻ എന്ത് കാര്യത്തിന് പോയാലും എൻ്റെ ഡോക്യുമെൻറ്റ്സ് തലേ ദിവസം അമ്മയുടെ സന്നിധിയിൽ വെച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമ്പോഴും എല്ലാം അമ്മയുടെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ട് തലേ ദിവസം എൻ്റെ ഫയൽ ഞാൻ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണ് പോവാറ്. പോകുന്ന തൊട്ട് മുന്നാണ് ഞാൻ എൻ്റെ ഫയലെല്ലാം അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് എടുക്കുന്നത്. അങ്ങനെ അവരെ എന്നോട് 10 ദിവസം എന്ന് പറഞ്ഞ് ആണ് എന്നെ വിട്ടത്. പിന്നീട് ഈ ഓഗസ്റ്റ് 30 ഞാൻ എൻ്റെ അമ്മയുടെ ഉടമ്പടി പുതുക്കാറായപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മേ അവർ 10 ദിവസം എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്, പക്ഷേ അമ്മയ്ക്ക് എന്ത് സാധ്യമാണല്ലോ, ഇമ്പോസിബിൾ എന്നത് പോസിബിൾ ആക്കാൻ അമ്മയെക്കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അമ്മ സമയ ചുരുക്കത്തിൽ എനിക്ക് എൻ്റെ വിസ നൽകി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് പോയി വീട്ടിൽ ചെന്നു. എനിക്ക് മെയിൽ വന്നു എൻ്റെ വിസ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിന്ന്. ആ ഓഗസ്റ്റ് 31 എന്നെ ബ്ലൂ ഡാർട്ടിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തു എൻ്റെ വിസ വന്ന് കളക്ട് ചെയ്തോളാനായിട്ട്. വെറും 10 ദിവസം എന്നുള്ളത് 3 ദിവസമാക്കി അമ്മ എൻ്റെ വിസ നൽകി എനിക്ക് അനുഗ്രഹിച്ചു. ഇന്ന് ഈ വിസ ആയിട്ടാണ് ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്നത്. UK പോകാനുള്ള അനുഗ്രഹം അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് നൽകി അനുഗ്രഹിച്ചു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത്, ഞാൻ BNYS ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു സബ്ജക്റ്റ് ഭയങ്കര ടഫായിരുന്നു. അതിൻ്റെ ലെക്ചർ ആയാലും കുറച്ച് എന്നോട് ഭയങ്കര ഒരു ഇതുപോലെയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഇൻറ്റേർണൽ മാർക്സ് എല്ലാം കുറച്ചാണ് ഇട്ടിരുന്നത്. പിന്നെ പ്രാക്ടിക്കൽ എടുക്കുമ്പോൾ എനിക്ക് ടഫുള്ള ക്വസ്റ്റ്യൻസ് എല്ലാമാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനത് മാതാവിൻ്റെ കാശ് രൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും, എൻ്റെ കൊന്തയിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അമ്മമാരോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അമ്മ ഞാൻ നിൻ്റെ കയ്യിലേക്ക് തരുകയാണ് എല്ലാനും, നീ തന്നെ നോക്കിയാൽ മതി എന്ന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടാണ് എല്ലാ എക്സാം എഴുതുന്നതെല്ലാനും. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ സബ്ജക്റ്റിനാണ് എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയതും. കൂടാതെ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഡിസ്റ്റിങ്ഷന് വെറും 3% കുറവെന്ന രീതിക്ക് അമ്മ മാതാവ് നല്ലൊരു മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ വെച്ചത് എൻ്റെ അനിയത്തിയുടെ നിയോഗത്തിന് വേണ്ടിയിട്ടായിരുന്നു. 2 വർഷമായി അവൾ MBBS സീറ്റിന് ശ്രമിക്കുന്നു. നീറ്റ് എഴുതും, പക്ഷേ അവൾക്ക് 490 മാർക്ക് അങ്ങനെ മാർക്കിനാണ് പോയിക്കൊണ്ടിരുന്നത്. അവൾക്ക് ഗവൺമെൻറ്റിൽ അവൾക്ക് മെറിറ്റിന് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അവളോട് പറഞ്ഞു, അവളെ പാലയിൽ കൊണ്ടേ ആക്കിയപ്പോൾ അവൾ തിരിച്ചു പോകുന്നു, അവിടെ നിന്നില്ല. അപ്പം ഞങ്ങൾ അച്ഛനോട് അത് പറഞ്ഞു. അച്ഛൻ അവളോട് ചോദിച്ചു, നിനക്ക് പുറത്തു പോയി പഠിക്കണ്ടേ എന്ന് അച്ഛൻ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് അത് ഒന്നും പോയില്ല, കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അവൾ പുറത്തു പോയി പഠിക്കുന്നുള്ളത്. പക്ഷേ അങ്ങനെ എൻ്റെ അങ്കിള് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് നിനക്ക് എബ്രോഡ് സ്റ്റഡി നോക്കിക്കൂടാ അനിയത്തിക്ക് എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്കിൾ വഴി നല്ലൊരു ഏജൻസിയെ പരിചയപ്പെട്ടു. അങ്ങനെ അവളുടെ പ്രോസസ്സിങ്ങും അവളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞങ്ങൾ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് എബ്രോഡ് ജോർജിയയിൽ നല്ലൊരു കോളേജിൽ അവൾക്ക് MBBSന് സീറ്റ് ലഭിക്കുകയും കഴിഞ്ഞ വർഷം ഡിസംബറിൽ അവൾ ജോർജിയയിലേക്ക് പോവുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നീട് എൻ്റെ 4ാമത്തെ സാക്ഷ്യം എൻ്റെ കസിൻ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ്. അവളൊരു നേഴ്സാണ്. അപ്പോൾ അവൾ 1 വർഷമായി OETക്ക് ശ്രമിക്കുന്നു. 3 അറ്റംപ്റ്റ് എഴുതി, പക്ഷേ 3ഉം അവൾ ഫെയിലായി. അപ്പോൾ ഞാൻ അവൾക്ക് അച്ഛൻ്റെ യൂട്യൂബിലെ ധ്യാനങ്ങളും അച്ഛൻ്റെ യൂട്യൂബിലെ സാക്ഷ്യങ്ങളും എല്ലാം അവൾക്ക് എപ്പോഴും അയച്ചു കൊടുക്കുമായിരുന്നു. കൂടാതെ ഇവിടുത്തെ ചെറിയ കുഞ്ഞി കാശുരൂപവും പിന്നെ നേർച്ച വസ്തുക്കളും ഞങ്ങളോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനോട് പറഞ്ഞിരുന്നു, ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ട് വേണം
നീ പഠിക്കാനിരിക്കുമ്പോഴല്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കണം, എക്സാമിനെല്ലാം പോകേണ്ടത് ഇതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ DHAക്ക് ശ്രമിച്ചു. DHAക്ക് അവൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്കോടെ പാസ്സാവുകയും അവൾക്ക് ദുബായിൽ പോകാനുള്ള അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു. ഇന്ന് അവൾ നല്ലൊരു ഹോസ്പിറ്റലിൽ അവൾ വർക്ക് ചെയ്യുകയാണ്, നേഴ്സായിട്ട്, രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നത്തെ എൻ്റെ സാക്ഷ്യം അത് പെട്ടെന്നുണ്ടായൊരു സാക്ഷ്യമാണ്. ഇപ്പം ഞാൻ നാളെയാണ് എൻ്റെ ഉടമ്പടി പുതുക്കണമെങ്കിൽ പെട്ടെന്നാണ് എൻ്റെ അനിയത്തി വിളിച്ച് പറയുന്നത്, തലേ ദിവസം വിളിച്ച് പറയുന്നത് അവളുടെ ഫ്രണ്ടിന് 3 മാർക്കിൻ്റെ ഡിഫറൻസിൽ അവൾ MBBSൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ പാസ്സാവില്ല എന്ന്. ആ മാം ആണെങ്കിൽ മാർക്ക് കൊടുക്കില്ല എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ പുതുക്കി ഇവിടെ നിന്ന് ഇറങ്ങി, അപ്പോൾ തന്നെ എനിക്ക് കോൾ വന്നു, ചേച്ചി അവൾക്ക് ആ മാം 3 മാർക്ക് അവൾക്ക് കൊടുത്തു, അവൾ ആ ഫസ്റ്റ് സെമസ്റ്റർ പാസ്സായി എന്ന് പറയുകയുണ്ടായി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് ആത്മീയമായി വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായത്. പണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്, അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ ഒന്നും കൂടെ ഈശോയോടും മാതാവിനോട് അടുക്കാൻ എനിക്ക് സാധിച്ചു. എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും മുടങ്ങാതെ തന്നെ ദിവ്യബലി പങ്കുകൊള്ളുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഞങ്ങളുടെ കുടുംബം മൊത്തം ഇന്ന് ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾ 4 പേരും ഉടമ്പടി എടുത്ത വ്യക്തികളാണ്. കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്ക് പണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് അതിതീവ്രമായി ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പറ്റുന്നുണ്ട്. പണ്ടാണെങ്കിൽ എനിക്ക് കുടുംബ പ്രാർത്ഥന കുറച്ച് ലേറ്റായാൽ എനിക്കൊരു മടി പോലെയായിരുന്നു ചൊല്ലാനായിട്ട്, ലേറ്റായി കഴിയുമ്പോൾ. പക്ഷേ ഇന്ന് എത്ര ലേറ്റായാലും ഞാനാണ് മുന്നിൽ നിന്ന് പറയുന്നത്, അമ്മ എത്ര ലേറ്റായാലും നമുക്ക് പ്രാർത്ഥന എത്തിച്ചിട്ട് കിടന്നാൽ മതി എന്നുള്ളത്. അങ്ങനെ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ, ഞങ്ങൾ 6, 7, 8 പത്രങ്ങൾ വാങ്ങിക്കും. അത് ഞങ്ങൾ മാതാവിൻ്റെ സന്നിധിയിൽ, ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ മാതാവിൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് അതിൽ തൈലം കുരിശ് വരച്ചും വിശ്വാസപ്രമാണം ചൊല്ലിയും ആണ് ഞങ്ങൾ കൊടുക്കാറ്. അത് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഉള്ളിൽ പറയാറുണ്ട്, അമ്മേ അർഹിക്കുന്ന കൈകളിലേക്ക് മാത്രം ഈ പത്രം എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കാറ്. എല്ലാ വീടുകളും കയറിയാണ് ഞങ്ങൾ കൊടുക്കാറ്. കൂടുതലും ഹിന്ദുസിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ കൂടുതൽ കയറി കൊടുക്കുന്നത് പത്രം. കൂടാതെ അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഉപവാസം എടുത്ത് കാണുകയും അത് വാട്സപ്പിൽ സ്റ്റോറി ആക്കിയിടും, അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അച്ഛൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും അത് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിക്കും ഏതെങ്കിലും സാക്ഷ്യം പേഴ്സണലായിട്ട് ഒരു വ്യക്തിക്ക് വേണമെന്ന് എനിക്ക് തോന്നിയാൽ അത് പേഴ്സണലായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ആരെങ്കിലും എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അമ്മമാതാവിനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അമ്മമാതാവിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. അവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, അമ്മമാതാവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ലെങ്കിലും അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളോടും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. കൂടാതെ ആരെങ്കിലും അവർക്ക് നേർച്ച വസ്തുക്കൾ വേണമെന്ന് അവർ അവകാശപ്പെട്ടാൽ ഞങ്ങളത് വാങ്ങിച്ചും കൊടുക്കാറുണ്ട്. പിന്നീട് ഞങ്ങൾ അഖണ്ഡ ജപമാല എല്ലാ ശനിയാഴ്ചകളും 11:30 ഞങ്ങൾ ഒരു പ്രേക്ഷിത കൂട്ടമുണ്ട്, ഞങ്ങൾക്ക് ഒരു 20 പേരടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് 11:30 അഖണ്ഡ ജപമാല ചൊല്ലാറുണ്ട്. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത്, ഞങ്ങൾ പണ്ട് മുതലേ എല്ലാവരെയും സഹായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ആരെ സഹായം അപേക്ഷിച്ച് വന്നാലും ഞങ്ങൾ അവരെ വെറും കൈയോടെ പറഞ്ഞയക്കാറില്ല. ഞങ്ങളോട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കാറുണ്ട്. കൂടാതെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു സാന്തോം എന്ന് പറഞ്ഞ ട്രസ്റ്റ് ഉണ്ട്, അവിടെ രോഗികൾക്ക് പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട് അവരെ മരുന്ന് വാങ്ങിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ എല്ലാ മാസവും അതിലേക്കൊരു വീതം കൊടുക്കാറുണ്ട്. കൂടാതെ അവരുടെ വീടുകളിൽ പോയി രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട മരുന്നിൻ്റെ പൈസ കൊടുക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ എല്ലാ മാസവും ഓൾഡ് ഏജ് ഹോമിൽ വിസിറ്റ് ചെയ്യുകയും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ മാസവും പൊതിച്ചോറ് കെട്ടി ഞങ്ങളുടെ പ്രേക്ഷിത കൂട്ടായ്മ ഒരുമിച്ച് ഞങ്ങൾ പോവാറുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കെയർ ഹോമിൽ ചെന്നിട്ട് എല്ലാ തിങ്കളാഴ്ചകളിലും അവരെ കുളിപ്പിക്കുകയും അവിടുത്തെ വാഷ്റൂംസ്, ടോയ്ലറ്റ്സ്, അവിടെ എല്ലാ പരിസരങ്ങളും എല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും അമ്മയെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന ഞങ്ങളുടെ ജോസഫ് അച്ഛനും എല്ലാ വൈദികർക്കും ഇവിടുത്തെ സിസ്റ്റേഴ്സിനും എല്ലാ പ്രേക്ഷിതർക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഒരു വർഷത്തിലേറെ അല്ലെങ്കിൽ 1.5-2 വർഷത്തോളമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവരുടെ കുടുംബത്തിൽ എല്ലാവരും തന്നെ ഉടമ്പടിയായിട്ട് ബന്ധമുള്ളവരാണ്. അത് സാക്ഷ്യം അവസാനിക്കുമ്പോൾ
അവർ ചെയ്തിട്ടുള്ള ആത്മീയവും അല്ലെങ്കിൽ പ്രേക്ഷിതക്കാരൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ അവരൊരുമിച്ചാണ് പോയി ചെയ്യുന്നത്. ഈ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും കൂടെയുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ എപ്പോഴും എല്ലാ സാക്ഷ്യത്തിലും എല്ലാവരും പറയാറുണ്ട്. അത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ നമ്മളവരോട് അത് സൂചിപ്പിക്കാൻ പറയും. കാരണം ഉടമ്പടി ഒരു പ്രാർത്ഥന മാത്രമല്ല, ഉടമ്പടി കുറേയേറെ പ്രാർത്ഥനയെക്കാളും കൂടുതൽ പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഉടമ്പടി എടുക്കുന്ന എല്ലാവരും ബോധവാന്മാരും ബോധവതികളാകാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ ഒരു സാക്ഷ്യത്തിൽ അവർ ചെയ്ത് വലിയ ഒരുപാട് നേരങ്ങൾ ഉള്ള പറയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ 2-3 വാക്കുകളായിട്ടത് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുടുംബം മുഴുവനായിട്ട് ഉടമ്പടിയുടെ വിശ്വസ്തത പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ ഉടമ്പടി ആരാധന കൂടുമ്പോഴും ഉപവാസമൊക്കെ എടുത്ത് അത്ര ഒരുക്കത്തോടു കൂടിയാണ് അതിൻ്റെ നിബന്ധനകളായിട്ടല്ല, ഒരു ദൈവസ്നേഹത്തെ പ്രതിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഈ മകൾ പറയുന്നത് വ്യക്തിപരമായിട്ട് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ക്രമപ്പെട്ടതും ഒപ്പം താൻ വെച്ച നിയോഗങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ വ്യക്തമായിട്ടൊരു സാന്നിധ്യം നൽകിയെന്നുള്ളത്. അപ്പോൾ ഇത്രത്തോളം ദൈവാനുഭവങ്ങളുമായിട്ട് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം അനുവദിച്ചതിനെ പ്രതിയും ഒപ്പം ഈ കുടുംബത്തെ മുഴുവനായിട്ട് ഉടമ്പടിയിൽ വിശ്വാസത്തോടെ നിലനിൽക്കുവാനായിട്ട് നൽകിയ അഭിഷേകത്തെ പ്രതിയും ഒപ്പം കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ എല്ലാം ഒരു ദൈവസ്നേഹത്തോടെ ചെയ്യാൻ നൽകിയ എല്ലാ കൃപയെ പ്രതിയും എല്ലാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.